നമസ്കാരം. ഞാൻ എസ്.എൻ. ഹരിശ്ചന്ദ്രൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു ചെറിയൊരു കഥയാണ്. മനഃശാസ്ത്രത്തിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു കഥയാണ് എംപ്റ്റി ബോട്ട്സ് തിയറി. ഇതൊരു സങ്കല്പ കഥയായിരിക്കാം, പക്ഷെ അതിനുള്ളിൽ വളരെ ആവശ്യമായിട്ടുള്ള നമുക്കൊക്കെ ജീവിതത്തിലേറെ പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് അത് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മളൊരു തടാകത്തിലൂടെ മറുകരയെത്തിയാൻ വേണ്ടിയിട്ട് ഒരു വെള്ളത്തിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക. ഒന്ന് മനോഹരമായ പ്രകൃതിയാണ്, ശാന്തമായ അന്തരീക്ഷമാണ്. ആ സമയത്ത് നമ്മളതിലൂടെ ശാന്തമായിട്ട് തുഴഞ്ഞ് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് മറ്റൊരു വള്ളം നമ്മുടെ ഈ വള്ളത്തിനെ വന്ന് ഇടിച്ച വശം നമുക്ക് എന്തായിരിക്കും തോന്നുക? നമുക്ക് ശക്തമായിട്ടുള്ള ദേഷ്യം വരും, ഇല്ലേ? എന്താണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്വതന്ത്രമായിട്ടുള്ള സ്വച്ഛമായിട്ടുള്ള യാത്രയെ അപ്പുറത്തെ വള്ളത്തിലുള്ള ആ ആൾ, അതാരോ ആവട്ടെ, അയാൾ നമ്മുടെ ആ ഒരു ശാന്തതയെ ഭേദിച്ചു. സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ രീതിയിൽ നമ്മൾ അദ്ദേഹത്തിനെതിരെ കയർക്കും. മുഖത്ത് കണ്ടില്ലേ എന്ന് ചോദിക്കും. എവിടെ നോക്കിയിട്ടാണ് വള്ളം തുഴയുന്നത് എന്ന് ചോദിക്കും, അല്ലേ? പക്ഷേ ഈ കഥയിലെ ഈ വ്യക്തി ആ വെള്ളത്തിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ വെള്ളം ഒരു ഒഴിഞ്ഞ വള്ളമായിരുന്നു. അത് വേറെ എവിടെയോ കെട്ടിയിട്ടിരുന്ന ഒരു വള്ളം, അതിൻ്റെ കയറെങ്ങനെയോ പൊട്ടിയിട്ട് അതിങ്ങനെ ഈ തടാകത്തിലൂടെ അലഞ്ഞു തിരിയുകയായിരുന്നു. കാറ്റിനൊത്ത് അതിങ്ങനെ അലയുകയായിരുന്നു. ഇതറിഞ്ഞ നിമിഷം ഇദ്ദേഹത്തിന് ഉണ്ടായ ഈ ദേഷ്യം മുഴുവൻ താഴേക്ക് പോകുന്നു. മാത്രമല്ല ആ ഒരു സംഭവത്തെക്കുറിച്ച് സ്വന്തം ആ ഒരു പെരുമാറ്റം തന്നെ ശരിയായിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം ഒരു ഒഴിഞ്ഞ വള്ളത്തിനെ നോക്കിയിട്ട് ലഹളി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഇത് ഒരൊറ്റ സംഭവം തന്നെയാണ്, പക്ഷെ അതിൻ്റെ രണ്ടിനെയും ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിക്കാണ് വ്യത്യാസം. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രതികരണത്തിന് വ്യത്യാസം. ആദ്യം നമ്മൾ കയർക്കുന്നത് നമ്മുടെ ഈഗോനെ അത് ഹർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. നമ്മുടെ വ്യക്തിത്വത്തെ, നമ്മുടെ സ്വച്ഛതയെ, നമ്മുടെ രീതികളെ അത് ഹർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളതിനെ എതിർക്കുന്നതും അതിനെതിരെ കയർക്കുന്നതും. പക്ഷേ അത് ആളൊഴിഞ്ഞ ഒരു എംപ്റ്റി ബോട്ടാണെന്ന് അറിഞ്ഞ നിമിഷത്തിൽ, അതൊരു വ്യക്തി ചെയ്തതല്ല എന്നറിഞ്ഞ നിമിഷത്തിൽ നമ്മൾ ശാന്തനായിട്ട് മാറുകയും ചെയ്തു. നമ്മൾ ആ വള്ളത്തിനെ മെല്ലെ അങ്ങ് തള്ളി അതിൻ്റെ വഴിക്ക് വിട്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരും, അല്ലേ? ഇതല്ലേ ചെയ്യാറ്. എന്താണ് ഈ കഥയുടെ എസൻസ്? ഈ എംപ്റ്റി ബോട്ട് എന്ന് പറയുന്നത് നിയന്ത്രിക്കാൻ ആളില്ലാത്ത വള്ളം ആണെങ്കിൽ, നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരും ഇതുപോലത്തെ എംപ്റ്റി ബോട്ട്സുകളാണ് എന്നാണ് വാസ്തവം. അതായത് അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് പറ്റാത്തവരാണ്. അതിലൊരാളില്ല. മാത്രമല്ല അവരുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ ആളില്ല. അതുമല്ല അവരുടെ പ്രവൃത്തികളെയും ചിന്താരീതികളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റിയ ഒരാളില്ലാത്ത എംപ്റ്റി ബോട്ടുകളാണ് നമ്മുടെ ചുറ്റുമുള്ള ഏറെ ആളുകളും. അവർക്ക് അവരുടെ വികാരത്തെയും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ഒന്നും തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ആളുകൾ നമ്മളുമായി കലഹിക്കാൻ വരുമ്പോൾ, നമ്മുടെ സ്വച്ഛതയെ തകർക്കുമ്പോൾ, ഈ ഒരാശയം മനസ്സിൽ വയ്ക്കുകയാണെങ്കിൽ, ദേ ആർ എംപ്റ്റി ബോട്ട് എന്നുള്ള ആ ഒരു സങ്കല്പം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ കയർക്കും അവരോട്. മാത്രമല്ല അവരെ അങ്ങ് തള്ളിവിട്ടേക്കും, അല്ലേ? അവരുടെ യാത്രയ്ക്കായിട്ട് തള്ളിവിട്ടേക്കും. ഈ ഒരു ആശയം നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ പ്രസക്തമായിട്ടുള്ള ഒന്നാണ്. നിത്യേന എത്രയോ വട്ടം നമുക്ക് നമ്മുടെ ഈ ഒരു രീതികളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഒക്കെ ഹർട്ട് ചെയ്യുന്ന സംഭവങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുക, ദേ ആർ എംപ്റ്റി ബോട്ട്സ്. അങ്ങനെ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സമാധാനം ഉണ്ടാവുകയും ചെയ്യും.